കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധനം നല്ല രീതിയിൽ വരാന്, വരുന്ന ധനം നല്ല രീതിയിൽ നിൽക്കാൻ, ബാധ്യതകൾ ഒഴിയാൻ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ സംഹിതകൾ പലതും പറയുന്നത് വരുന്ന ധനം, അതിലൊരാൾക്ക് ധനം വരുന്ന പല വഴികളുണ്ട്. വാടകയായിട്ട് വരാം, ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് വരാം, പണം പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി വരാം, പെൻഷനായിട്ട് കിട്ടുന്നവരുണ്ടാകും, അല്ലാതെ ശമ്പളം വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഒരാൾക്ക് ധനം വരാം. ഇപ്പം ഏത് രീതിയിലും ആയിക്കോട്ടെ, വരുന്ന ധനം നല്ല രീതിയിൽ വരാൻ, അതിലെ വഴികൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിൽ ധനം വരാൻ, വരും ധനം കൈ നിൽക്കാൻ ഒക്കെ ആയിട്ട് നമ്മൾ കുബേര ഭഗവാന് പ്രാർത്ഥിക്കുക, മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക, ധനാകർഷണ ഭൈരവമൂർത്തിയെ പ്രാർത്ഥിക്കുക. ഈ 3 ദേവതാ സങ്കല്പങ്ങളെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നമുക്ക് വരുന്ന സാമ്പത്തികം 5 രീതിയിൽ ചെലവഴിക്കണം എന്നാണ് പറയുന്നത്. ഈ 5 രീതിയിൽ ചെലവഴിച്ചില്ലെങ്കിൽ ഒരിക്കലും സാമ്പത്തികം കൈ നിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ ഇഷ്ടദേവത, കുടുംബദേവത, നമുക്ക് ദേശദേവത, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ, ധർമ്മദേവതാ ഭാവങ്ങളിലൊക്കെ അവിടുത്തെ ഉയർച്ചയ്ക്കായിട്ട്, അവിടത്തേക്കുള്ള നിത്യവൃത്തിക്ക് വേണ്ടി, നിത്യ ചെലവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വഴിപാടുകൾ ഒക്കെ അവിടത്തേക്ക് മുടക്കണം. രണ്ടാമത്, മാതാപിതാക്കൾക്ക്, ഗുരുജനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികം മുടക്കണം. മൂന്നാമത്, അവനവൻ്റെ ഉയർച്ചയ്ക്കായിട്ട് പൈസ മുടക്കണം. അതുപോലെ അവനവന് സേവിങ്സ് ഉണ്ടാവണം. അതുപോലെ സുഹൃത്തുക്കളായിട്ടുള്ള നിൽക്കുന്നവർക്ക്, നമുക്ക് ഉപകാരം ചെയ്യുന്നവർക്ക്, നമുക്ക് നന്മ ചെയ്യുന്നവർ, നമ്മൾ ഉയരണം ചിന്തിക്കുന്നവർ, ഭാര്യ, മക്കൾ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം മുടക്കണം. അഞ്ചാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധുക്കളായിട്ട്, ഒന്നുമില്ലാത്ത, ഒരു നിവൃത്തിയില്ലാത്ത, രോഗബാധിതരായിട്ട്, ഒന്നിനും പറ്റാത്ത ഇങ്ങനെയുള്ള വ്യക്തികൾക്ക്, അത് 5 രീതിയിൽ നമ്മൾ ന്യായമായിട്ടുള്ള 5 രീതിക്ക് സാമ്പത്തികം മുടക്കെങ്കിലേ സാമ്പത്തികം വരുന്നത് കൈ നിൽക്കുമെന്ന് പറയും. അതുപോലെ പിന്നൊരു ഭാഗമാണ്, നമ്മൾ പഠിച്ചു വന്ന വിദ്യാലയങ്ങളിലായാലും നമുക്ക് ഒന്നുമില്ലായിരുന്ന സമയത്ത് നമുക്ക് തുണയായവർ ഒക്കെ നമ്മൾ സഹായിക്കുക എന്ന് പറയുന്നത്. പിന്നുള്ളൊരു കാര്യമാണ് വീടിൻ്റെ വാസ്തു. വീടിൻ്റെ കണക്ക് ശരിയാണെങ്കിൽ തന്നെ നല്ല ഒരു സാമ്പത്തിക ഒരു ഭദ്രത നമുക്കുണ്ടാവുമെന്നാണ് പറയുന്നത്. വീടിൻ്റെ വാസ്തു ശരിയല്ല എങ്കിൽ നമുക്ക് സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക അടിത്തറ നമുക്ക് കുഴയുമെന്നാണ് പറയുന്നത്. അടിത്തറ കഴിഞ്ഞ് എന്ത് പറ്റും? പിന്നെ അങ്ങോട്ട് പോകുന്നതെല്ലാം വിഷയം തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോഴായാലും, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും, നമുക്കതിന് സമയമാണോ എന്ന് നോക്കി നമുക്ക് ചെയ്യുന്നത് ഒരു വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കും. പിന്നെ വന്നുകൊണ്ടിരുന്ന പല സാമ്പത്തിക വഴികളും അടഞ്ഞുകൊണ്ടിരിക്കുക. ആ അവസ്ഥയിൽ നമ്മൾ പോകേണ്ടത് രൗദ്രതാഭാവത്തിലുള്ള ദേവീക്ഷേത്രങ്ങൾ, പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കുന്ന ശിവക്ഷേത്രങ്ങൾ, നിൽക്കുന്ന ഭാവത്തിലുള്ള ഗണപതി ക്ഷേത്രങ്ങൾ, ഇങ്ങനെയുള്ളിടത്ത് പോയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് പവർ കൂടുതലായിരിക്കും. അപ്പം സാമ്പത്തിക വഴികൾ അടഞ്ഞു വരുന്ന അവസ്ഥയിൽ ഈ ഇങ്ങനെയുള്ള ഭാവങ്ങളിലുള്ള ഭഗവാന്മാരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക വഴി തുറന്നു കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുന്ന സാമ്പത്തികം കൈ നിൽക്കാനായിട്ട് അതിന് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് സാമ്പത്തികം വരുന്ന എങ്ങോട്ടാണ്? ഒന്നിൽ അലമാര, അല്ലെങ്കിൽ മേശ, അല്ലെങ്കിൽ പേഴ്സ് ഒക്കെ ആയിരിക്കും. പേഴ്സ് എപ്പോഴും ഡാർക്ക് കളറിലുള്ള പേഴ്സുകൾ മാക്സിമം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ലൈറ്റ് കളേഴ്സ്, പിന്നെ ബ്രൗൺ കളർ, അങ്ങനെയൊക്കെ ലൈറ്റ് കളറൊക്കെ ഉള്ള പേഴ്സുകൾ നന്നായിരിക്കും. അതുപോലെ എപ്പോഴും ഒരു മഹാലക്ഷ്മിയുടെ ചിത്രം, അല്ലെങ്കിൽ മഹാലക്ഷ്മി ചക്രം ഒക്കെ നമുക്ക് പേഴ്സിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നമുക്ക് 1-ാം തീയതി കിട്ടുന്ന ധനം നമുക്ക് ആ പേഴ്സ് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉയർച്ച ഉണ്ടാവണമെന്ന് കരുതുന്ന ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ഒരു ദിവസം ഇറങ്ങുമ്പോൾ ഒരു നാണയമെങ്കിലും വാങ്ങിച്ചുകൊണ്ടിറങ്ങുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരു യാത്ര തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു നാണയമെങ്കിലും ഇട്ടിട്ട് പോകുന്ന സാമ്പത്തികം നമുക്ക് കൈവരാനും പോകുന്ന കാര്യം സക്സസ് ആവാനും ഒക്കെ സഹായിക്കും. ഒരു നമുക്ക് പേഴ്സിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു പണവടെയെങ്കിലും, അല്ലെ ഒരു 1/2 ഗ്രാമെങ്കിലും, അല്ലെങ്കിൽ 1/4 ഗ്രാമെങ്കിലും ഒരു സ്വർണ്ണാംശം പേഴ്സിൽ എപ്പോഴും വെച്ചേക്കുന്നത് ധനവരവിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ഏറ്റവും വലിയ നോട്ടും ഏറ്റവും ചെറിയ നോട്ടും വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ ഈ പൈസ എണ്ണുമ്പോഴും ഈ തുപ്പൽ തൊട്ട് എണ്ണാതിരിക്കുന്നത് നമുക്ക് ധനവരവിനെ വർദ്ധിപ്പിക്കാൻ, വരുന്ന ധനം കൈ നിൽക്കാനൊക്കെ സഹായിക്കും.
പിന്നെ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധനവുമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് കയറുമ്പോഴും വലത് കാലിൽ ചവിട്ടി വേണം കയറാൻ. മിക്കവരും ഇടതുകാലൊക്കെ ചവിട്ടി അറിയാതെ കയറും. വലത് കാലിൽ ചവിട്ടി കയറിയാൽ വരുന്ന പണം പോത്തില്ലെന്നാണ് പറയുന്നത്. ഇടത്തുകാലിൽ ചവിട്ടി കയറി കഴിഞ്ഞാൽ ആ വരുന്ന പണം അതുപോലെ തന്നെ ചിലവായി പോകും. ചിലപ്പോൾ കടം മേടിക്കേണ്ട അവസ്ഥകളും ഒക്കെ വരാം. അപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് ബാധ്യത ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ ഒഴിയുന്നതിനായിട്ട് നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എള്ള് ചേർത്ത ചോറ് മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും. വെള്ളിയാഴ്ച ദിവസം സ്വർണം ഒരംശമെങ്കിലും വാങ്ങിച്ച് വെക്കുന്നത് നന്നായിരിക്കും. വെള്ളിയാഴ്ചകളിൽ നമുക്ക് അനുകൂല നക്ഷത്രക്കാരിൽ നിന്നും വെള്ളിയാഴ്ചകളിൽ ധനം കൈനീട്ടം വാങ്ങിക്കുക നന്നായിരിക്കും. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങളിൽ പോയി ഒരു നാണയമെങ്കിലും പൂജിച്ച് വാങ്ങിച്ച് പേഴ്സി വെക്കുന്നത് അടുത്ത വെള്ളിയാഴ്ച വരെ നമുക്ക് വരുന്ന ധനം കൈ നിൽക്കാൻ സഹായിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വെള്ളിയാഴ്ച നമുക്ക് ഈ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. വെള്ളിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് കുങ്കുമാഭിഷേകം അല്ലെങ്കിൽ ഭഗവാന് കുങ്കുമം ചാർത്തുക, അല്ലെങ്കിൽ ചെറിയ പാക്കറ്റ് കുങ്കുമം വാങ്ങിച്ച് ഭഗവാന് സമർപ്പിക്കുക. ഇതൊക്കെ ധനവരവിനെ കൂട്ടാൻ സഹായിക്കും. വരുന്ന ധനം നമുക്ക് കൈ നിൽക്കാൻ ഒക്കെ സഹായിക്കും. പിന്നെ വൃദ്ധജനങ്ങൾക്ക് അവനെ കൊണ്ട് പറ്റാവുന്ന അളവിൽ എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. അവരുടെ കാലം കഴിയാറായി, ഇപ്പം അവർക്ക് കൊടുക്കുന്നവരുടെ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് കിട്ടും. തീർച്ചയായും നമുക്ക് അടുത്തടുത്ത വഴികൾ ധനവഴികൾ തുറന്ന് കിട്ടാനും അതൊക്കെ സഹായിക്കും. അപ്പം ഇങ്ങനെ വരുന്ന ധനം നമ്മുടെ കയ്യിൽ നിൽക്കാനും ബാധ്യതകൾ ഒഴിയാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാധ്യതകൾ ഒഴിക്കാൻ ഋണമോചന മഹാലക്ഷ്മി യന്ത്രം പറയുന്നുണ്ട്, കുബേരയന്ത്രം പറയുന്നുണ്ട്, ധനാകർഷണ ഭൈരവ യന്ത്രം പറയുന്നുണ്ട്, ഇതുപോലെ വിനായക യന്ത്രങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് യന്ത്രങ്ങൾ നമുക്ക് ധനവരവിനെ വർദ്ധിപ്പിക്കാനായിട്ട് ബാധ്യതകൾ ഒഴിയാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല കർമ്മികളെ കൊണ്ട് ചെയ്ത് ധരിക്കുന്നത്, സ്ഥാപനത്തിൽ വെക്കുന്നത്, വാഹനത്തിൽ വെക്കുന്നത്, ഗൃഹത്തിൽ വെക്കുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.